പിന്നെ നമ്മുടെ ഒരു സിംഗിൾ സ്റ്റോറി നമ്മൾ ഏത് കൺസെപ്റ്റ് ആണെങ്കിൽ നമ്മളൊരു യൂറോപ്യൻ തീം വെച്ചിട്ടാണല്ലോ നമ്മൾ ഡിസൈനിങ് ഒക്കെ പോകുന്നത്. അപ്പം അതിന് പറ്റുന്ന ഒരു ലാൻഡ് നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളും നോക്കിയാലും പക്ഷേ അതിനനുസരിച്ച് കിട്ടുന്ന ലാൻഡ് നമുക്ക് കിട്ടാറില്ല. പക്ഷെ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് എക്സലന്റ് പ്രോപ്പർട്ടിയാണ്. ഒന്നും തന്നെ ആ പ്രോജക്റ്റിന്റെ ലൊക്കേഷൻ, ആ പ്രോജക്റ്റിലോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഹൈവേ റോഡിൽ നിന്നാണ് ആക്സസ്. ഇതിനേക്കാൾ ഉപരി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആകെ ഒരു 10-30 പേരെ താഴെയാണ് ഞാനിവിടെ ഈ പ്ലോട്ട് ജസ്റ്റ് നമ്മൾ റീസെൻ്റ്ലി കാണിച്ചത്. പക്ഷെ അതിനകത്ത് ഏകദേശം ഒരു 50% ആൾക്കാർ ഇതിനകത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത്ര ഫീല് തരുന്നൊരു പ്രോപ്പർട്ടിയാണ്. മിനിമം ലാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് 2 ടൈപ്പാണ് കൊണ്ടുവരുന്നത്. 3 BHK ആയിട്ട് 4 BHK ആയിട്ട് നമ്മൾ വില്ല കൊണ്ടുവരുന്നുണ്ട്. കാരണം സിംഗിൾ സ്റ്റോറി ആകുമ്പോൾ ഒത്തിരി വലിയ വീട് വേണ്ടാന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിനകത്തൊരു മിനിമം സ്പേസിൽ ഒരു 9 സെന്റ് സ്ഥലവും 2100 സ്ക്വയർ ഫീറ്റും അതാണ് 3 BHK. 4 BHK ആണെങ്കിൽ നമ്മൾ 11 സെന്റ്സ് ലാൻഡും 2300 സ്ക്വയർ ഫീറ്റും. ഇതിനകത്തൊരു വ്യത്യാസം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ഡിസൈനിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പോർച്ച് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്, ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തത്, സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു പോർച്ച് നമ്മൾ 2 കാർ ഇടുന്ന പോർച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 300 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് വീടിന്റെ സ്ക്വയർ ഫീറ്റിൽ ആഡ് ആവും. അപ്പൊ അത് കുറയ്ക്കുവാൻ വേണ്ടിയിട്ട്, അതുമാത്രമല്ല ആ സ്പേസിങ് കുറച്ചുകൂടി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോർച്ച് സെപ്പറേറ്റ് ആക്കിയിട്ട് പോർച്ച് നമ്മുടെ ഈ സ്ക്വയർ ഫീറ്റിൽ ആഡ് ഓൺ ആകുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഉള്ളിലെ സ്പേസ് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മളൊരു 9 സെന്റ്സ് ലാൻഡിൽ 3 BHK, 11 സെന്റ്സ് ലാൻഡിൽ നമ്മളൊരു 4 BHK നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചേട്ടാ, അപ്പൊ നമ്മുടെ സീരീസ് ഓഫ് വ്ളോഗ്സിലെ എനിക്ക് തോന്നുന്നു അവസാനത്തെ വ്ളോഗാണ് ഇത് അല്ലേ? അപ്പൊ നമ്മൾ ലാസ്റ്റ് ചെയ്തത് ഗ്രീൻ നോക്ക് ആണ്. നമ്മൾ തുടങ്ങിയപ്പോൾ മെക്സിക്കൻ ബംഗ്ലാവ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു സ്കോട്ട്ലാൻഡ് യാർഡ് ചെയ്തു. പിന്നെ നമ്മൾ ഗ്രീൻ നോക്ക് ചെയ്തു. ഇപ്പൊ ഗ്രീൻ നോക്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ലാസ്റ്റ് വ്ളോഗ് നമ്മുടെ ഏറ്റവും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന സിംഗിൾ സ്റ്റോറി വില്ല പ്രോജക്റ്റ് നമ്മുടെ ഐറിഷ് ബംഗ്ലാവിന്റെ വ്ളോഗാണ്. ശരിക്കും ഗ്രീൻ നോക്ക് കണ്ടപ്പോൾ പലരും എന്നോട് ചോദിച്ചു, ഇനി എന്നാ വ്ളോഗ് ഇറങ്ങുന്നത്, എന്താണ് അതിന്റെ കോൺസെപ്റ്റ്? നമ്മളതിൽ കൂടുതലൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇമീഡിയറ്റ്ലി തന്നെ നമ്മൾ വ്ളോഗ് ഇറക്കും, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ളോഗ് ആയിരിക്കും. അപ്പോൾ പലർക്കും എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇങ്ങനത്തെ ഈ സിംഗിൾ സ്റ്റോറിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു സീരീസിലെ അവസാനത്തെ വ്ളോഗാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ വ്ളോഗ്സ് എല്ലാം? നമുക്കൊരു നല്ല റിസൾട്ടാണ് അതിനകത്തെല്ലാം നമുക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും നിമി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പുതിയ പ്രോജക്ട്സിലോട്ട് ഒത്തിരി എൻക്വയറികൾ നമുക്ക് ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് പേരെയൊക്കെ ഞാൻ ലൊക്കേഷനൊക്കെ കാണിച്ചു, കുറച്ച് പേരൊക്കെ അഡ്വാൻസ് തന്നിട്ടുണ്ട് നമുക്ക് ഓൾറെഡി. കാരണം നിങ്ങൾ പുതിയ പ്രോജക്റ്റുകൾ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. കാരണം കുറച്ച് പേർക്ക് തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് ആയിരിക്കും. പക്ഷെ കുറച്ച് പേർക്ക് ഓൺ ഗോയിങ് പ്രോജക്ട്സ്, അപ്പൊ അവർക്കൊരു പിടിയുന്നൊരു ഒക്യുപ്പൻസി അല്ലോ 2 വർഷം സമയം നോക്കിയിട്ട് എടുക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. കാരണം അവർക്ക് പേയ്മെന്റ്സ് ആണെങ്കിലും അവർക്ക് ഡിസിഷൻ ആണെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്ത് പോരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓൺ ഗോയിങ് പ്രോജക്ട്സ് ഇപ്പോൾ പുതിയത് വരുന്നുണ്ടോ, ഇനി പുതിയത് വരുന്നുണ്ടോ നമുക്ക് ഒത്തിരി പേര് നമ്മൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രോജക്റ്റിൽ നല്ലൊരു എൻക്വയറി നമുക്ക് ഓൾറെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മളൊരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നത് നിമ്മി വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് നമുക്കൊരു നല്ല റിസൾട്ടും നമ്മുടെ തന്നെ ഒരു യൂണീക്ക് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടല്ലോ. അത് തന്നെയാണ് നമ്മുടെ ഒരു സക്സസ് ജേണി എന്ന് പറയുന്നത്. കാരണം എനിക്ക് ഓർമ്മയുണ്ട് എല്ലാ പ്രോജക്ട്സും നമ്മൾ ഈ വ്ളോഗ്സ് തുടങ്ങിയതിന് ശേഷം ഗ്രീൻ ടെക്കിന്റെ എല്ലാ പ്രോജക്ട്സും നമ്മുടെ ഒരു വ്ളോഗ്സ് ത്രൂ ആണ് നിങ്ങൾ ലോഞ്ച് ചെയ്യാറുള്ളത്. എല്ലാ പ്രോജക്ട്സിന്റെ എനിക്ക് തോന്നുന്നു ആദ്യം തൊട്ടുള്ള സ്റ്റാറ്റസ് നമ്മുടെ വ്ളോഗ്സിൽ തന്നെ ഉണ്ട്. നമുക്കൊന്നും അതില് നമ്മൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ആ വ്ളോഗ്സ് ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നു സ്റ്റാർട്ടിങ് സ്റ്റേജ്, മിഡ് സ്റ്റേജ്, തീരുന്ന സമയത്ത്, അതെല്ലാം വളരെ ഭംഗിയായിട്ട് വന്നിട്ടും ഉണ്ട് ആക്ച്വലി. അപ്പൊ നമുക്ക് ഇന്നത്തെ വ്ളോഗിൽ നമ്മളുടെ ഏറ്റവും പുതിയ ലോഞ്ച് ആയിട്ടുള്ള നമ്മുടെ ഐറിഷ് ബംഗ്ലാവ് അല്ലെ, അതിന്റെ ലൊക്കേഷനിൽ തന്നെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് അതിന് മുമ്പ് അതിന്റെ കൺസെപ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന സിംഗിൾ സ്റ്റോറി പ്രോജക്ട്സിനാണ് പൊതുവെ. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മൾ പല ലാൻഡുകൾ കാണുമ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഇനത്തിന് വരുന്നൊരു സ്ഥലം നമുക്ക് കിട്ടാറില്ല. പിന്നെ സിംഗിൾ സ്റ്റോറി എപ്പോഴും ഒരു ബിൽഡറിൽ പോവാത്തൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നമുക്കൊരു 100 വില്ല ചെയ്യുന്നിടത്ത് സിംഗിൾ സ്റ്റോറിയിലോട്ടാണ് പോകണമെങ്കിൽ നമുക്കത് 50 വീട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒത്തിരി സ്പേസ് നമുക്കത് കൺസ്യൂം ചെയ്യും ഒരു വീട് വരും. പിന്നെ അതിനനുസരിച്ച് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് സ്പേസും അതിന് ഓപ്പൺ സ്പേസും കൊടുത്താലാണ് ആ സിംഗിൾ സ്റ്റോറിയുടെ ഒരു ഭംഗി നമുക്കത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഒരു സിംഗിൾ സ്റ്റോറി നമ്മൾ ഏത് കൺസെപ്റ്റ് ആണെങ്കിൽ നമ്മളൊരു യൂറോപ്യൻ തീം വെച്ചിട്ടാണല്ലോ നമ്മൾ ഡിസൈനിങ് ഒക്കെ പോകുന്നത്. അപ്പൊ അതിന് പറ്റുന്ന ഒരു ലാൻഡ് നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളും നോക്കിയാലും പക്ഷെ അതിനനുസരിച്ച് കിട്ടുന്ന ലാൻഡ് നമുക്ക് കിട്ടാറില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് എക്സലന്റ് പ്രോപ്പർട്ടിയാണ്. ഒന്നും തന്നെ ആ പ്രോജക്റ്റിന്റെ ലൊക്കേഷൻ, ആ പ്രോജക്റ്റിലോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഹൈവേ റോഡിൽ നിന്നാണ് ആക്സസ്. ഇത് പെരുമ്പാവൂര് പുത്തുംകുരിശ് PP റോഡ് എന്ന് പറയും. ഒരു സ്റ്റേറ്റ് ഹൈവേ റോഡിൽ നിന്നും ആക്സസ് ആയിട്ട് 10 മീറ്ററോടെ എൻട്രിയോട് കൂടി വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ.
പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എക്സലൻ്റ് ആണ്. കാരണം ഒന്ന് ആ നെയ്ബർഹുഡും റെസിഡൻഷ്യൽ ഏരിയ ആണ്. പ്ലോട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ്, ഏരിയ ആയിട്ടുള്ള പ്ലോട്ടാണ്, നല്ല രസമുള്ള പ്ലോട്ടാണ്. നമ്മൾ ആ കൺസെപ്റ്റിലോട്ട് വരുമ്പോൾ ആ ലൊക്കേഷനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് പോകാനുള്ള ഒരു ദൂരം, മെയിൻ ടൗൺ എന്ന് പറഞ്ഞത് കോലഞ്ചേരി നമുക്ക് ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ വരുന്നത്. അതുപോലെ തന്നെ പട്ടിമറ്റം ജംഗ്ഷനാണ് ഏകദേശം ഒരു 800 മീറ്റർ ഡിസ്റ്റൻസ് വരുന്നത്. പിന്നെ മേജർ ആയിട്ടുള്ള ടൗൺ കാക്കനാട് ആണെങ്കിലും ഒരു 10 കിലോമീറ്റർ താഴെ വരുന്ന ഡിസ്റ്റൻസിലാണ് നമുക്ക് കാക്കനാട് വരുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു മേജർ ഒരു ഡെവലപ്മെന്റ്സ് IT പാർക്കാണ്, ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു 8 കിലോമീറ്റർ താഴെ വരുന്ന ഡിസ്റ്റൻസ്. സ്കൂളുകളാണെങ്കിലും ഇപ്പോൾ ചാരിറ്റി സ്കൂളും ജെംസോ ഒക്കെ ആണുള്ള ഒരു പരിധി മെയിൻ സ്കൂൾസ്, അതൊക്കെ ഒരു കൂടി വന്ന ഒരു 8 കിലോമീറ്റർ താഴെ വരുന്ന ഡിസ്റ്റൻസ്. മെട്രോ ആണെങ്കിൽ ഒരു 10 കിലോമീറ്റർ താഴെയാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഇതിനേക്കാൾ ഉപരി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആകെ ഒരു 10-20 പേരെ 30 പേരെ താഴെയാണ് ഞാൻ ഇവിടെ ഈ പ്ലോട്ട് ജസ്റ്റ് നമ്മൾ റീസെൻ്റ്ലി കാണിച്ചത്. പക്ഷെ അതിനകത്ത് ഏകദേശം ഒരു 50% ആൾക്കാർ ഇതിനകത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത്ര ഫീല് തരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മുടെ വീഡിയോയിലൊക്കെ നമുക്കത് കാണാൻ പറ്റും, ഏരിയയും ലൊക്കേഷൻ. ഇവിടുത്തെ മേജർ 2 ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒന്ന് കോലഞ്ചേരി മെഡിക്കൽ മിഷനാണ്. നമ്മുടെ ഈ പ്രോജക്റ്റിൽ നിന്ന് 6 കിലോമീറ്റർ താഴെയാണ് കോലഞ്ചേരിക്കുള്ള ദൂരം വരുന്നത്. കോലഞ്ചേരി ഹോസ്പിറ്റലോട്ട് വലിയൊരു ഹോസ്പിറ്റലാണ്. പിന്നെ കോലഞ്ചേരി ടൗണും വലിയൊരു ടൗണാണ്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലാണ് വരുന്നത്. രാജഗിരി ഹോസ്പിറ്റലിൽ ശരിക്കും പറഞ്ഞാൽ 14 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നത്. പിന്നെ നിയർ ബൈ ആയിട്ട് നമുക്ക് 1-2 ക്ലിനിക്കുകളുണ്ട്, അത്യാവശ്യം വലിയ ക്ലിനിക്കുകളാണ്. പിന്നെ കാക്കനാട് ബേസ് ചെയ്ത് നമ്മൾ വരുമ്പോൾ സൺറൈസ് ഹോസ്പിറ്റലും സമൃദ്ധൻ ഹോസ്പിറ്റലൊക്കെ അടുത്തടുത്തുള്ള ഹോസ്പിറ്റലുകൾ തന്നെയാണ് നമുക്ക്. ഈ ഏരിയയുടെ ഏറ്റവും ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഈ ഏരിയ വളരെ ഭംഗിയായിട്ടുള്ള ഒരു പോഷായിട്ടുള്ള ഏരിയ. ആൾക്കാരും അതേപോലെ തന്നെ കുറച്ച് ലാൻഡൊക്കെ ഉള്ള അത്യാവശ്യം നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെ റോഡുകൾ കാര്യങ്ങളെല്ലാം അതിന്റെ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ 2 മെയിൻ ഹൈവേകളാണ് ഇതിനകത്ത് കണക്ട് ചെയ്ത് വരുന്നത്. ഒന്ന് ധനുഷ്കോടി ഹൈവേ വരുന്നത്, കൊച്ചി ധനുഷ്കോടി ഹൈവേ വരുന്നത്. പിന്നെ ഇപ്പോൾ വരുന്നത് ഗ്രീൻഫീൽഡ് ഹൈവേ. ഗ്രീൻഫീൽഡ് ഹൈവേ എന്ന് പറഞ്ഞാൽ നമുക്ക് മേ ബി നമ്മുടെ ഈ പ്രോജക്റ്റിന് ചിലപ്പോൾ 100-200 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. അതൊരു 4 ലൈൻ റോഡാണ്. എറണാകുളം ബൈപ്പാസ് ആണ് അത് കണക്ട് ചെയ്യുന്നത്. ബൈപ്പാസ് റോഡ്. അത് 4 ലൈൻ റോഡായിട്ട് വരുമ്പോൾ അങ്കമാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അരൂർ വരെയാണ്. ആ ഏരിയ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിൽ ആക്സസ് ശരിക്കും പറഞ്ഞാൽ ഒരു 10-14 മിനിറ്റിൽ താഴെയായിരിക്കും നമുക്കത് വരിക. അത്ര ഷോർട്ടായിട്ട് എത്താം. ഇപ്പൊ എയർപോർട്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40 മിനിറ്റ്സ് ആണ് വരുന്നത്. ഒരു 25-24 കിലോമീറ്റർ ആണ് ഇപ്പൊ നമുക്ക് എയർപോർട്ട് ആക്സസ് വരുന്നത്. പക്ഷെ ഇത് വളരെ കുറച്ചുകൂടി അടുത്താവും. ചേട്ടാ, അപ്പം നമ്മൾ ഇതിൻ്റെ ലൊക്കേഷനെ കുറിച്ച് ചേട്ടൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു സിംഗിൾ സ്റ്റോറി എന്ന് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചൊരു ലാൻഡ് ഏരിയ വന്നാൽ മാത്രമാണ് ഈ സിംഗിൾ സ്റ്റോറിക്ക് നമുക്ക് ഭംഗി ഉണ്ടാവുള്ളൂ അല്ലേ. മിനിമം ഒരു 10 സെൻറ്റൊക്കെ വന്നാലായിരിക്കും ഇത് നമുക്ക് ചെയ്തൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ യൂറോപ്യൻ ഒരു സ്റ്റൈലൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഭംഗിയായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കിനി പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോയാലോ. ഈ പ്രോജക്റ്റ് നമ്മൾ തുടങ്ങുന്ന ഒരു 5 acres ലാൻഡിലാണ് നമ്മൾ തുടങ്ങുന്നത് ഈ പ്രോപ്പർട്ടി. ഈ പ്രോജക്റ്റിലോട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ സ്റ്റോറി ആയതിന് കുറേ കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന റോഡുകളാണെങ്കിലും മിനിമം 7 മീറ്റർ വീതിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എൻട്രൻസ് എല്ലാം നമ്മൾ 10 മീറ്റർ വീതിയോട് തുടങ്ങി അത് ലാൻഡ്സ്കേപ്പ് ആയിട്ട് റോഡ് വന്നിട്ട് നേരെ നമ്മുടെ പ്രോജക്റ്റിലോട്ട് ഒരു 7 മീറ്റർ വീതിയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ മിനിമം ലാൻഡ് ഏരിയ എന്ന് പറഞ്ഞത് നമ്മൾ ഇതിനകത്ത് 2 ടൈപ്പാണ് കൊണ്ടുവരുന്നത്. 3 BHK ആയിട്ട് 4 BHK ആയിട്ട് നമ്മൾ വില്ല കൊണ്ടുവരുന്നുണ്ട്. കാരണം സിംഗിൾ സ്റ്റോറി ആകുമ്പോൾ ഒത്തിരി വലിയ വീട് വേണ്ടാന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിനകത്തൊരു മിനിമം സ്പേസിൽ ഒരു 9 സെന്റ് സ്ഥലവും 2100 സ്ക്വയർ ഫീറ്റും അതാണ് 3 BHK. 4 BHK ആണെങ്കിൽ നമ്മൾ 11 സെന്റ്സ് ലാൻഡും 2300 സ്ക്വയർ ഫീറ്റും. ഇതിനകത്തൊരു വ്യത്യാസം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ഡിസൈനിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പോർച്ച് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്, ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, സെപ്പറേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പോർച്ച് നമ്മൾ 2 കാർ ഇടുന്ന പോർച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 300-400 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൽ ആഡ് ആവും. അപ്പോൾ അത് കുറയ്ക്കുവാൻ വേണ്ടിയിട്ട്, അതുമാത്രമല്ല ആ സ്പേസിങ് കുറച്ചുകൂടി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോർച്ച് സെപ്പറേറ്റ് ആക്കിയിട്ട് പോർച്ച് നമ്മുടെ ഈ സ്ക്വയർ ഫീറ്റിൽ ആഡ് ഓൺ ആകുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഉള്ളിലെ സ്പേസ് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മളൊരു 9 സെന്റ്സ് ലാൻഡിൽ 3 BHK, 11 സെന്റ്സ് ലാൻഡിൽ നമ്മളൊരു 4 BHK നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്ലാനിങ്ങിലോട്ട് നമ്മൾ പോകുമ്പോൾ ചെറിയൊരു ഫോയർ ഏരിയ, ലിവിങ് സ്പേസ്, ഡൈനിങ് ഒരു സെപ്പറേറ്റ് ഏരിയ, കിച്ചൺ നമ്മളൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഓപ്പൺ കിച്ചൺ എന്നുള്ള കൺസെപ്റ്റും വേണമെങ്കിൽ ഐലൻഡ് ചെയ്യാവുന്ന കൺസെപ്റ്റിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഒരു വർക്കിംഗ് കിച്ചൺ വരുന്നത്, പിന്നെ 3 ബെഡ്റൂം ഉള്ളത്, അതുപോലെ തന്നെ 4 ബെഡ്റൂം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു പാറ്റിയോ സ്പേസും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അത്യാവശ്യം നല്ല ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ഒരു സിംഗിൾ സ്റ്റോറി കൺസെപ്റ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് സിംഗിൾ സ്റ്റോറി ആയത് കാരണത്താൽ നമ്മൾ 11 ഫീറ്റ് ഹൈറ്റ് ആണ് നമ്മൾ ഇതിനകത്ത് വീടിന് നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇത് കൂടാതെ ഇതിന്റെ മുകളിൽ ഒരു ആറ്റിക് സ്പേസും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ പ്രൊജക്ട്സിനും ഉള്ള വരെ
പറയുന്നത്. ആറ്റിക് സ്പേസ് നമുക്കുണ്ട്. ശരിക്കും ഒരു ഇത്ര വലിയ വീടിന്റെ ആറ്റിക് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്പേസ് ആയിരിക്കും നമുക്ക് അതിനകത്ത് കിട്ടുക. അപ്പം നമുക്കൊരു അത്യാവശ്യം ഒരു ഫംഗ്ഷൻ വരെ നടത്താനുള്ള സ്പേസ് ഒരു വീടിന്റെ മുകളിൽ നമുക്ക് ഉണ്ടാവും. ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അത് വേണമെങ്കിൽ പിന്നീട് ഒരു യൂസബിൾ ഏരിയ ആയിട്ട് പിന്നീട് കൺവേർട്ട് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാനും പറ്റും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഏരിയ അതിനകത്ത് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വീടിന് സ്വാഭാവികമായിട്ട് അത്ര ഹൈറ്റും ആ ഒരു ആറ്റിക് കൂടി കൊടുക്കുമ്പോൾ ചൂട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വളരെ കുറവായിരിക്കും. പിന്നെ ഡിസൈനും നല്ല യൂണീക്കായിട്ട് നിൽക്കുകയും ചെയ്യും. ഓക്കെ. ഇപ്പം നമ്മൾ സാധാരണ എല്ലാ വില്ല പ്രോജക്ട്സിലും നമ്മളുടെ ഒരു ബിൽഡറുടെ ഏറ്റവും വലിയൊരു യുണീക്നെസ് എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമൈസേഷൻ സമ്മതിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏത് പ്രോജക്റ്റ് എടുത്താലും, സ്പാനിഷ് വില്ല എടുത്താലും, കാസ എടുത്താലും, മെക്സിക്കൻ എടുത്താലും, ഏതെടുത്താലും, ഇപ്പോൾ ഐറിഷ് ബംഗ്ലാവിലേക്ക് വരുമ്പോൾ ഇത് 5 ഏക്കറിൽ നമ്മൾ 30 വില്ലകളാണല്ലോ ഇനീഷ്യലി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഇനീഷ്യലി ബുക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് ലാൻഡ് കൂടുതൽ എടുക്കുക, അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ കസ്റ്റമൈസേഷൻ ഒക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ഇതിൽ പോസിബിൾ ആണോ? സ്വാഭാവികമായിട്ടും നമ്മുടെ അതിന് നമ്മളൊരു ഇത് വെക്കുന്നില്ല. നമുക്കത് ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. പിന്നെ സിംഗിൾ സ്റ്റോറി പ്രോജക്ട്സിനാകുമ്പോൾ ചെറിയ ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ആ എലിവേഷൻ അത് കൊണ്ടുവരണമല്ലോ. എന്നിരുന്നാലും ഉള്ളിലെ സ്പേസുകൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് അതിന് ഇൻഹൗസ് ടീം ഉണ്ട്, നമുക്ക് വ്യക്തമായി നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ആ കാര്യം ചെയ്യാൻ പറ്റും അല്ലേ? കുഴപ്പമില്ല. ലാൻഡ് ഏരിയ കൂടുതൽ വേണ്ടവർക്കും നമുക്ക് ഒരു പരിധി വരെ നമുക്കത് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. മാക്സിമം നമ്മളത് കൊണ്ടുവരുന്നത് ശ്രമിക്കുന്നത് തന്നെയാ. നമ്മൾ ഒത്തിരി ഏരിയ കൊടുത്തിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഒത്തിരി കോമൺ സ്പേസ് കൊടുത്തിട്ട് നമുക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അതിനെ നമുക്കൊരു ഫീസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് അത്രയെങ്കിലും യൂണിറ്റ്സ് ഉണ്ടായാലും അത് കുറച്ചുകൂടി ഫീസിബിൾ ആവുള്ളൂ. നമ്മൾ നോർമലി എല്ലാ പ്രോജക്റ്റും തുടങ്ങുന്ന സമയത്ത് പറയുന്ന യൂണിറ്റ്സ് ഒരിക്കലും നമ്മുടെ ഫിനിഷിംഗ് ടൈമിൽ ഉണ്ടാവാറില്ല. എനിക്ക് ഓർമ്മയുണ്ട്, മെക്സിക്കനൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ പറഞ്ഞിട്ട് വളരെ കുറച്ച്, ഇപ്പം എനിക്ക് 21 ബംഗ്ലാവ്സോ അങ്ങനെയായി. സ്കോട്ട്ലാൻഡ് യാർഡും 60 പ്ലാൻ ചെയ്തിട്ട് ഇപ്പം അതിന്റെ കുറച്ചേ ഉള്ളൂ നമുക്ക്. അതായത് ഫസ്റ്റ് ഫേസിൽ 60 പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ 2 ഫേസും കൂടെ എനിക്ക് 54 വില്യം കണ്ടേ ഉള്ളൂ അല്ലേ? സ്വാഭാവികമായിട്ടേ അത് ചിലപ്പോൾ പറയുമ്പോൾ എന്താ പറയാ, അതൊരു ബിൽഡറെ സംബന്ധിച്ചത് നല്ലതല്ല. പക്ഷെ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി വരുമ്പോൾ അതൊരു ഭയങ്കര ഭംഗിയായിരിക്കും. കാരണം ഒത്തിരി ഓപ്പൺ സ്പേസ് അതിനകത്ത് കിട്ടിയല്ലേ. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ പ്രോജക്റ്റ് കാണാൻ വരുന്നവരെ സംബന്ധിച്ച് നമ്മുടെ ഇപ്പൊ ആ ഏരിയ തന്നെ 2-3 പ്രോജക്ട്സുകളുണ്ട്. അപ്പൊ അവർക്കത് കണ്ടാൽ മനസ്സിലാവും അതിന്റെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഫിനിഷിംഗ് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട്. അതിനേക്കാളും ഒരു പ്രീമിയം ലെവലോടെ നമ്മൾ ഈ പ്രോജക്റ്റ് കൊണ്ടുവരുന്നത് അല്ല. ഇപ്പൊ നമ്മളുടെ മെക്സിക്കൻ ആണെങ്കിലും എനിക്ക് തോന്നുന്നു സ്കോട്ട്ലാൻഡ് ആണെങ്കിലും അന്ന് നമുക്ക് എടുക്കാതെ പോയ ചില കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ വ്ലോഗൊക്കെ കാണുമ്പോൾ പലരും നമ്മളായിട്ട് ഇപ്പോഴും കമ്മ്യൂണിക്കേഷനിലുണ്ടാവും, വില്ലകൾ നോക്കുന്നുണ്ടാവും. അപ്പൊ അവരൊക്കെ നമ്മുടെ അടുത്ത് പറയൂ, നിമ്മി ഇത് ഭയങ്കര ഭംഗിയായിരുന്നു, പക്ഷെ അന്ന് എടുക്കാതിരുന്നത് ഭയങ്കര മിസ്സിങ് ആയിരുന്നു, കാരണം ഇപ്പൊ പ്രൈസും ഭയങ്കരമായിട്ട് കൂടി. അപ്പൊ അങ്ങനെയൊക്കെ പല കസ്റ്റമേഴ്സും നമ്മുടെ അടുത്ത് പറയാറുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ വേറെ പല പ്രോജക്ട്സിന് വിളിക്കുന്നവരാണെങ്കിലും, ഓ ഞങ്ങൾ പണ്ട് സ്കോട്ട്ലാൻഡ് യാർഡ് കണ്ടത് അന്ന് എടുക്കായിരുന്നു, ഇപ്പൊ പ്രൈസും ഒരുപാട് എല്ലായിടത്തും കൂടി. അങ്ങനെ പല പല അഭിപ്രായങ്ങൾ വ്ലോഗ്സ് കാണുമ്പോൾ പറയാറുണ്ട്. എപ്പോഴും ഒരു വില്ല എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ് കോർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും. കാരണം നമ്മൾ എടുക്കുന്ന കോസ്റ്റ് അല്ലാതെ കംപ്ലീഷൻ ആയി വരുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഓൺ ഗോയിങ് പ്രോസസ്സിന് ഇപ്പോഴും ഒരു അസറ്റായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കാം ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ അറിയാമല്ലോ. ഇപ്പം നമ്മൾ ഈ പ്രോജക്റ്റ് തന്നെ അനൗൺസ് ചെയ്യുന്നത് നിമ്മിയുടെ ആ ഒരു കസ്റ്റമറിനെ നമ്മൾ ഫസ്റ്റ് അനൗൺസ് ചെയ്യുന്ന ഈ പ്രൈസിലൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഈ പ്രൈസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം മെറ്റീരിയൽ കോസ്റ്റ് ഒക്കെ ഡേ ബൈ ഡേ ഭയങ്കരധികം കോസ്റ്റോട്ട് വരുന്നത്. ഈ ഒരു വീട് വാങ്ങിക്കാന്ന് പറയുന്ന സാധാരണക്കാരനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു പ്രൈസിലോട്ടല്ല പോകുന്നത്. വീടിന്റെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ മേഖലയിലും പ്രൈസ് ഹൈക്കിലോട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ എടുക്കാൻ പറ്റുന്നവരെ സംബന്ധിച്ച് ഞങ്ങളും നോക്കുന്നത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ അത്ര നമുക്ക് നല്ലതെന്നുള്ളത്. ബിൽഡർക്കും ലാഭമാണ്, കസ്റ്റമർക്കും ലാഭമാണ്. എത്ര ഡിലേ വരുന്നു അത്രത്തോളം നമുക്ക് കോസ്റ്റ് കൂടും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എങ്ങനെയാ ചേട്ടാ ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതിനകത്ത് 3 BHK നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2100 സ്ക്വയർ ഫീറ്റും 9 സെൻസ് ലാൻഡും. അത് വരുന്നത് 2.26 ആണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. 4 BHK നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 11 സെൻസ് ലാൻഡും 2300 സ്ക്വയർ ഫീറ്റ് വരുന്നത്. അതിന് നമുക്ക് വരുന്നത് 2.6 വരും നമുക്ക് ഇപ്പോഴത്തെ ഒരു കോസ്റ്റ് പാർട്ടിലോട്ട് വരുമ്പോൾ. അധികം കാലം നമുക്ക് ഹോൾഡ് ചെയ്ത് പോലും പ്രാക്ടിക്കൽ ആയിരിക്കില്ല അല്ലേ? നമ്മളൊരു 1 മാസം 1.5 മാസമൊക്കെ നമ്മുടെ ഈ വ്ലോഗിനോട് അനുസരിച്ച് കുറച്ച് കസ്റ്റമൈസിന് നമുക്ക് കൊടുക്കാവുന്ന ഒരു പ്രൈസ് റേഞ്ച്. അതെല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഭയങ്കര കോസ്റ്റ് ഹൈക്കൊക്കെ വരുന്നത് അറിയാലോ നമുക്കെല്ലാം. അപ്പൊ ചേട്ടാ, നമുക്ക് ഇനി ഈ ഒരു പ്രൊജക്ടിന്റെ അമ്യൂണിറ്റീസ് പാർട്ട് ഒന്ന് നോക്കിയാലോ. എന്തൊക്കെ അമ്യൂണിറ്റീസാണ് നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നത്? നമ്മളൊരു പ്രീമിയം പ്രൊജക്ടിന് കൊടുക്കുന്ന എല്ലാ അമ്യൂണിറ്റീസും നമ്മൾ ഇന്നത് കൊണ്ടുവന്നിട്ടുണ്ട്. മെയിനായിട്ട് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിലോമീറ്ററിന്റെ സ്പേസെങ്കിലും നമുക്ക് ഈ പ്രോജക്റ്റിന് നടക്കാനുള്ള സ്പേസ് ഉണ്ടാവും. കാരണം ഒരു 7 മീറ്റർ വീതിയാണ് നമ്മൾ കൊടുക്കുന്നത്. എസ്പെഷ്യലി ഒരു ഈവനിങ്ങിലും മോർണിംഗിലൊക്കെ നമ്മൾ ആ ലാൻഡ്സ്കേപ്പിംഗിൽ വരുമ്പോൾ ഇപ്പം നമ്മുടെ പ്രോജക്ട്സിലൊക്കെ അറിയാമല്ലോ, സ്കോട്ട്ലാൻഡൊക്കെ ചെയ്തിരിക്കുന്നത് ലാൻഡ്സ്കേപ്പിംഗ് വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഈ പ്രോജക്റ്റിൽ കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് നമ്മളൊരു ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്ലയന്റിന്റെ ക്രൗഡും ആ രീതിയിലുള്ളതായത് കാരണത്താൽ അതിനൊരു ഭംഗിയായിട്ട് കൊണ്ടുവരാന്നുള്ള കൺസെപ്റ്റിലാണ്. കാരണം 7 മീറ്റർ വീതി നമ്മൾ ഇതിനകത്ത് ത്രൂ ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 60 സെൻസിന് താഴെ നമ്മൾ കോമൺ സ്പേസിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ നമ്മളൊരു 4000 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ക്ലബ് ഹൗസും, നമ്മുടെ ഈ ക്ലബ് ഹൗസിനകത്ത് ഒരു ഫുള്ളി ലോഡഡ് ആയത് ഹെൽത്ത് ക്ലബും, പിന്നെ ഇൻഡോർ ഗെയിംസുകളും, പിന്നെ ഒരു ഗ്യാതറിംഗ് സ്പേസ്, ഒരു
ലോഞ്ചുമായിട്ടുള്ള സ്പേസുമാണ് നമ്മൾ ഈ ക്ലബ് ഹൗസിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി സിസ്റ്റത്തിലൂടെ നമ്മൾ പോയാൽ ഔട്ട്സൈഡ് കോമ്പൗണ്ട് വാളെല്ലാം 7 feet ഹൈറ്റ് ആയിരിക്കും നമുക്ക് ഇതിനകത്ത് വരിക. പിന്നെ CCTV 24 hours സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം നമ്മൾ നോർമലി എല്ലാ പ്രോജക്ട്സിലും കൊടുക്കുന്ന മാതിരി സ്പേസ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ എനിക്ക് തോന്നുന്നു ചേട്ടാ, ഇപ്പോൾ നമുക്ക് ബാങ്കുകളെല്ലാം അപ്രൂവ്ഡ് ആണ് അല്ലേ? ഏത് ബാങ്കും നമുക്ക് ലോണിന് പോവാം. നമുക്ക് എല്ലാം അപ്രൂവ്ഡ് ആണ്. ഓക്കെ, ലീഗൽ സൈഡ് എല്ലാം ക്ലിയർ ആണ്. അപ്പൊ 4 വീക്കായിട്ട് നമ്മളിങ്ങനെ ഓരോ പ്രോജക്ട്സ് ഒക്കെ പറഞ്ഞ് വ്ളോഗൊക്കെ ഇട്ട് എല്ലാത്തിൻ്റെയും സ്റ്റാറ്റസ് എല്ലാം കാണിച്ച് ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ ഐറിഷ് ബംഗ്ലാവ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സീരീസ് ഓഫ് വ്ളോഗ്സ് ആക്ച്വലി നമ്മളിപ്പം ഈ ഒരു വ്ളോഗോട് കൂടെ തീരാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വർഷം ഇനിയും പ്രോജക്ട്സ് ചേട്ടൻ ലോഞ്ച് ചെയ്യും. കുറച്ച് ലാൻഡൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല നല്ല കോൺസെപ്റ്റ്സും കാര്യങ്ങളുമായിട്ട് ഇനിയും നമുക്ക് വ്ളോഗിന് ഇരിക്കാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും നിമ്മി, നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. ഒരു പ്രോജക്റ്റ് വരുമ്പോൾ നിമ്മിയുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യാന്ന് പറയുന്നത്. നമ്മളെ വേറെ ആരോട്ടും അങ്ങനെ കാര്യമായിട്ട് അസോസിയേഷൻ ഇല്ല. നിങ്ങളും നമ്മുടെ അടുത്ത് അങ്ങനെ ഇടപഴകുന്ന രീതി അതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമുക്കതുകൊണ്ട് നല്ല ക്ലയൻറ്റിലൂടെ നമുക്ക് എത്താൻ പറ്റുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. ജെന്യുവനായുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്, നമ്മളെല്ലാ സ്റ്റാറ്റസുകളും നമ്മൾ ഓരോ പ്രോജക്റ്റ് തുടങ്ങിയാലും അതിന് എൻഡ് വരെ നമുക്ക് കാണിക്കാറുണ്ട്. അതും ഒരു കസ്റ്റമറെ സംബന്ധിച്ച് കാണുന്നവരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യം. നിമ്മി പറഞ്ഞ മാതിരി 1-2 പ്രോജക്ട്സ് കൂടി നമുക്ക് പൈപ്പ് ലൈനിലുണ്ട്. അതെല്ലാം ഒരു ഡബിൾ സ്റ്റോറി കൺസെപ്റ്റ് ആണ്. പക്ഷേ ഇതുപോലെ ഒരു യൂറോപ്യൻ തീമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ചെയ്തു പോരുന്ന കൺസെപ്റ്റ്. വില്ലേക്ക് ഒരിക്കലും നമുക്ക് അത്യാവശ്യം ദൂരം എൻക്വയറികൾ നമുക്ക് വരുന്നത്. നല്ല പ്രോജക്ട്സുകൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് മെയിൻ കാര്യം. ഏറ്റവും വലിയൊരു ചലഞ്ച് നല്ല ലാൻഡ് കിട്ടുക, നല്ല ലൊക്കേഷൻ കിട്ടുക എന്നുള്ളത്. അതിങ്ങനെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. 1-2 പ്രോജക്ട്സുകൾ നമുക്ക് പൈപ്പ് ലൈനിലുണ്ട്. നമുക്ക് അടുത്ത പ്രോജക്ട്സ് ഈ വർഷം തന്നെ നമുക്ക് ലോഞ്ച് ഉണ്ടാവും. 1-2 പ്രോജക്ട്സ് കൂടെ ഉണ്ടാവും നമുക്ക്. അതായിട്ട് നമുക്ക് ഇനി അടുത്തായിരിക്കാം. എന്താണെങ്കിലും വളരെ സന്തോഷം. എനിക്കും ഇതുപോലെ നല്ല കസ്റ്റമേഴ്സിനെ നമ്മുടെ എല്ലാ പ്രോജക്ട്സിലും തരാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു കാസ തൊട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഐറിഷ് ബംഗ്ലാവ് ഉൾപ്പെടെയുള്ള പ്രോജക്ട്സിൽ നമുക്ക് ഒരുപാട് നല്ല കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റിയിട്ടുണ്ട്. എല്ലാവരുമായിട്ടും നമുക്ക് വളരെ നല്ല സൗഹാർദ്ദമുണ്ട്. ആരും നമ്മളെ വിളിച്ച് അയ്യോ അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെയുള്ള കംപ്ലയിൻസുകൾ നമുക്ക് നോർമലി അങ്ങനെ അധികം വരാറില്ല. സാധാരണ നമ്മൾ ബിൽഡേഴ്സിൻ്റെ ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാം നന്നാക്കിയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാവരും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പോൾ എന്ത് കാര്യത്തിലാണെങ്കിലും 100% സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ഒരുപാട് ഭയങ്കര പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരത് പറഞ്ഞ് ചെയ്തു തന്നില്ല അങ്ങനത്തെ ഒരു കംപ്ലയിൻസ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ 10 വർഷമായി അസോസിയേറ്റ് ചെയ്യണു. ഈ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇനിയും പുതിയ കുറേ നല്ല പ്രോജക്ട്സ് നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളത്. അപ്പം നമ്മൾ തുടങ്ങുന്ന പോലെ തന്നെ നമ്മളെ പറഞ്ഞ കോൺസെപ്റ്റും കാര്യങ്ങളും വെച്ചിട്ട് ഒരു ബിൽഡർ അത് ഫിനിഷ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ക്രെഡിബിലിറ്റി ഇരിക്കുന്നത്. നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വ്ളോഗ്സ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ ഒരു വ്ളോഗും നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല. എല്ലാം ആദ്യം തൊട്ടുള്ളത് ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ എല്ലാം നന്നായി പുതിയതായിട്ട് തുടങ്ങുക, അതുപോലെ തുടങ്ങി വെച്ചതൊക്കെ നന്നായി ഫിനിഷ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്.